സംസ്ഥാനത്തെ സാംക്രമിക രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്കും ജീവൻ രക്ഷാ മരുന്നുകൾക്കും നേരിടുന്നത് കടുത്ത ക്ഷാമം. കാരുണ്യ ഫാർമസികളിൽ ഉൾപ്പെടെ മരുന്നുകൾ കിട്ടാനില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. മരുന്ന് ക്ഷാമമില്ലെന്ന് ആരോഗ്യമന്ത്രി അവകാശപ്പെടുമ്പോഴും മരുന്ന് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ക്ഷാമമുള്ള ആശുപത്രികളിലേക്ക് മാറ്റി താൽക്കാലിക പരിഹാരം കാണുന്നു എന്നതാണ് വസ്തുത. സർക്കാർ ആശുപത്രികളിലെ ഫാർമസികളിൽ കുറിപ്പുമായി എത്തുന്നവർ വെറും കൈയോടെ മടങ്ങേണ്ട സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. മരുന്നുക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടുവെന്ന് ആരോഗ്യമന്ത്രി അവകാശപ്പെടുമ്പോഴും മിക്ക മരുന്നുകളും കിട്ടാനില്ല. ടെൻഡർ നടപടികൾ വൈകിയത് പ്രതിസന്ധിയിലേക്ക് നയിച്ചു. എന്നാൽ 2023-24 വർഷം ഇതുവരെ KMCL 554 കോടിയുടെ മരുന്നുകൾ 1570 ആശുപത്രികളിൽ വിതരണം ചെയ്തുവെന്നാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി. എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ഉണ്ടെന്നുമാണ് മന്ത്രിയുടെ അവകാശവാദം. എന്നാൽ മരുന്ന് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ക്ഷാമമുള്ള ആശുപത്രികളിലേക്ക് മാറ്റി താൽക്കാലിക പരിഹാരം കാണുന്നു എന്നതാണ് വസ്തുത. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഏജൻസികൾ വഴി മെഡിക്കൽ കോളേജുകളിലേക്കും കാരുണ്യ ഫാർമസികൾക്കും മരുന്ന് വിതരണം ചെയ്ത വകയിൽ കോടികളാണ് കുടിശ്ശികയായുള്ളത്. ഇതിനു പുറമെ വിതരണം ചെയ്യുന്ന മരുന്നുകളിൽ ഗുണനിലവാര പരിശോധന നടത്തുന്നില്ലെന്നതും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം.